ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്ര ദേവത ആഹിർബുധനെയാണ്. ഏകാദശ രുദ്രന്മാരിൽ ഒരാളാണ് ആഹിർബുധനി. ഏകാദശ രുദ്രന്മാർ എന്ന് പറയുന്നത് അജൈകപാദ, ആഹിർബുധനി, വിരൂപാക്ഷൻ, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, അപരാജിതൻ, സവിത്രൻ, ത്രയംബകൻ, വൈവസ്വതൻ, ഹരൻ ഇങ്ങനെയാണ് പറയുന്നത്. പുരാതന കാലത്തിലൊരിക്കൽ ദേവാസുര യുദ്ധം നടന്നതായിരിക്കുന്ന സമയത്തിൽ ദേവന്മാർ പരാജയപ്പെട്ടു. പലായനം ചെയ്ത, അതായത് ഒളിച്ചോടിയ ആ ദേവന്മാര് കശ്യപ മഹർഷിനെ അഭയം പ്രാപിച്ചു. ദേവന്മാർക്ക് വേണ്ടിയിട്ട് കശ്യപൻ ശിവനെ തപസ് ചെയ്ത് വരം മേടിച്ചു. ദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രരൂപത്തിലായിട്ട് പിറക്കണമെന്നാണ് ശിവനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ശിവൻ അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം കശ്യപൻ മുഖാന്തരമായിട്ട് സുരഭിയുടെ ഉദരത്തിൽ നിന്നും 11 വിധത്തിലുള്ളതായിരിക്കുന്ന രൂപം ധരിച്ച് ശിവൻ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. പരാക്രമശാലികളായിരിക്കുന്ന ഈ 11 പേരും ദേവാസുര യുദ്ധത്തിൽ ഏർപ്പെട്ട അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. സകല ലോകർക്കും ഹിതമരുടുന്ന ഏകാദശ രുദ്രന്മാരിൽ ഒരാളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവനായിരിക്കുന്ന ആഹിർബുധനി. തങ്ങളുടെ നക്ഷത്ര ദേവതയായിരിക്കുന്ന ആഹിർബുധനിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിത പുരോഗതിക്ക് ഇവർക്ക് ഏറ്റവും ഉത്തമമാണ്. ഓം അഹിർബുധനിയായ നമ എന്നുള്ളതായിരിക്കുന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. ഇവരുടെ ഭാഗ്യനിറം മഞ്ഞ നിറമാണ്. ഭാഗ്യദിക്ക് വടക്ക് ദിക്കാണ്. ഭാഗ്യ ദിവസം ശനിയാഴ്ചയും ഭാഗ്യസംഖ്യ 8 ഇവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ. നക്ഷത്രഗണം മനുഷ്യഗണമാണ്. സംസ്കൃത പദമായിരിക്കുന്ന മനുവിൽ നിന്നുമാണ് മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന മലയാള പദം ഉത്ഭവിച്ചത്. മനനം ചെയ്യാൻ കഴിവുള്ളയാൾ എന്ന അർത്ഥത്തിലും മനുഷ്യൻ എന്ന വാക്കിനെ പരിഗണിച്ചു വരുന്നു. വിവാഹപൊരുത്ത ചിന്തനയിലാണ് ഇതിന് നല്ല രീതിയിലായിരിക്കുന്ന പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഗണപ്പൊരുത്തം എന്നാണ് അതിന് പറയുക. ഗണം ഒന്നായാൽ ഗുണം 10 എന്നുള്ള തരത്തിലായിരിക്കുന്ന പഴമൊഴികളെല്ലാം തന്നെ ഗണപ്പൊരുത്തത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്.